ഓക്കെ, അപ്പം +2 ഫിസിക്സ് അതിൽ നമ്മളെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ NCERT എക്സസൈസ് എല്ലാം ഞാൻ സോൾവ് ചെയ്യുന്നില്ല. പക്ഷേങ്കിൽ എക്സാമിന് വരാൻ എനിക്ക് ചാൻസ് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ഞങ്ങളെ പരിചയപ്പെടുത്താൻ പോവാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം ക്വസ്റ്റ്യൻസൊക്കെ ഇന്നലെ തന്നെ ഇത് 11 ചോദ്യം ഉണ്ടായിരുന്നു, അത് തീർത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എനിക്കിതാ ഈ ഒരു റെഡ് മാർക്കിലിട്ട് ഈ 4 ചോദ്യമാണ് എനിക്ക് എക്സാമിന് വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അതിൻ്റെ സൊല്യൂഷൻ ഓൾറെഡി ഇവിടെ അതിൻ്റെ ചെയ്തു വെച്ച ബുക്കുണ്ട്. അപ്പോൾ എന്താ പറയുക, വെറുതെ നമ്മൾ സൊല്യൂഷൻ എഴുതി സമയം പോക്കണ്ടല്ലോ. ഞാൻ ഒന്നാമത്തെ ചോദ്യം നോക്കുവാണ്. 2 ചാർജസ് 5 × 10⁻⁻8 എന്താണ് കൂളംബ് ആൻഡ് -3 × 10⁻⁸ കൂളംബ് ആർ ലൊക്കേറ്റഡ് 16 മീറ്റർ അപ്പാർട്ട്. എന്താണ് Q1 കിട്ടി, Q2 കിട്ടി, പിന്നീട് പോയി നമ്മൾ R കിട്ടി. അറ്റ് വാട്ട് പോയിന്റ്സ് ഓൺ ദ ലൈൻ ജോയിനിങ് ദ 2 ചാർജസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0. ടേക്ക് ദ പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി ടു ബി 0. അപ്പോൾ ഇതിപ്പോൾ എന്താണ് ഇങ്ങനെ, ഇത് Q1 ആണ്, അപ്പോൾ നമ്മൾ Q1 എന്ന് പറയുന്നത് ഇതായിട്ട് എടുത്തോ 5 × ഈ സംഭവം, Q2 എന്ന് പറയുന്നത് -3 × ഈ സംഭവം. അപ്പോൾ ഞാൻ ആർബിറ്ററിൽ ഒരു പോയിൻ്റ് നടുക്ക് ഇവിടെ ഇതിൻ്റെ ഈ 2 ലൈൻസിൻ്റെ നടുക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാം. അതായത് ഈ പറയുന്ന ഈ Q2 എന്ന് ഈ പറയുന്ന പോയിന്റ് ഞാൻ എൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇത്ര ഡിസ്റ്റൻസിനെ ഞാൻ എക്സ് ആയിട്ട് എടുത്ത്, ടോട്ടൽ നമ്മൾക്ക് അറിയുന്ന ലെങ്ത് എന്ന് പറയുന്നത്, എൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 16 ഞാൻ എന്താണ് എക്സ് ഒരു ഡിസ്റ്റൻസ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി പോർഷൻ എന്തായിരിക്കും 16 എന്നില്ല, കുറച്ച് ആ എക്സ് എത്രയാണോ ആ കുറച്ച് ഡിസ്റ്റൻസ്. ഈ എക്സാണ് നമ്മൾ ശരിക്കും കണ്ടുപിടിക്കേണ്ടത്, അതാണ് അൺനോൺ. അപ്പോൾ 16 - x ഇത്. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് സി ഈ പറയുന്ന പോയിന്റ് ഞാൻ ഒരു സി എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്ത്, പൊട്ടൻഷ്യൽ അറ്റ് സി ഡ്യൂ ടു ചാർജ് Q1. ഇത് കാരണമോ ഇല്ല ഇതിന് ഉണ്ടാവുന്ന പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. VA = 1/4πε0 Q1 × AC. AC എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഡിസ്റ്റൻസ് ആണ്. ആക്ച്വലി ഇത് 6 എന്നാണ് അവർ ഉദ്ദേശിച്ചത്. ഇത് BC എന്ന് പറയുന്നത് 6 എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് നമ്മളെ V = ഇപ്പോൾ ഞാൻ ഈ 1/4π0 K എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണ്. Q/R എന്നാണ് നമ്മളെ ഏതെന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഇക്വേഷന്. അപ്പോൾ എന്താ 9 × 10⁻⁹ ഈ പറയുന്ന ക്വാണ്ടിറ്റി ഇൻറ്റു 5 × Q1 എന്ന് പറയുന്നത് 5 × 10⁻⁸ ഡിവൈഡഡ് ബൈ 16 - x. കാരണം നമ്മൾ ഇത്ര ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഇത് 16 - x ആണല്ലോ. അപ്പോൾ 16 - x. ഈ 10⁻² എന്തിനാണ് എഴുതിയത്? കാരണം ഇത് സെൻറ്റിമീറ്റർ അല്ലല്ലോ. സെൻറ്റിമീറ്ററിന് എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം. മീറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്താ ചെയ്യുക? 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, VA എന്ന ഇത്ര. ഇനി നമ്മളെ VB എന്ന് പറയുന്നത് 1/4πε Q2/R. ചാർജ് മാത്രമേ മാറ്റുമല്ലോ. ഇവിടെ എന്താണ് എക്സ്, എന്താണ് നമ്മൾ ഡിസ്റ്റൻസ് എക്സ് ആണ്, ഇൻറ്റു 10⁻⁻² കാരണം മീറ്ററിലേക്ക് മാറ്റാൻ. പിന്നെ ഇതിങ്ങനെയല്ലത്. ഇനി നൗ ദ നെറ്റ് പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് C is 0. VA + VB = 0. അതായത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും എന്തായിരിക്കണം, ഇത് രണ്ടും കൂട്ടം നമുക്ക് 0 ആയിരിക്കണം കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഈ പറയുന്ന, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇതിപ്പോൾ ഒരു മൈനസ് ഉണ്ടല്ലോ, നമുക്ക് VA = VB എന്ന് പറഞ്ഞിട്ട് എടുക്കാം ഇവിടെ. അപ്പോൾ എന്തായി, ഈ പറയുന്ന ക്വാണ്ടിറ്റി ഈക്വൽ ടു ഈ പറയുന്ന ക്വാണ്ടിറ്റി ആയിട്ട് മാറി. ഇത് 0 പോട്ടെ, ഈ പറയുന്ന ക്വാണ്ടിറ്റി = ഈ പറയുന്ന ക്വാണ്ടിറ്റി. അപ്പോൾ എന്താ ഈ 10⁻², 10⁻² ക്യാൻസൽ, 9 × 10⁻⁹, 9 × 10⁻⁹ ക്യാൻസൽ. പിന്നെ ഒരു 5/16 - x ഉണ്ടല്ലോ, 5/16 - x. പിന്നെ ഒരു ഇവിടെ 10⁻8 - 8 എല്ലാം ക്യാൻസലായി. ഇവിടെ ഇപ്പോൾ എന്താ ഈക്വൽ ടു 3/x എന്ന് പറയുന്നത്, ഇവിടെ എല്ലാം കഴിഞ്ഞാൽ 3/x എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആയിരിക്കും ബാക്കി ഉണ്ടാവുക. അപ്പോൾ ഇതെന്ത് ചെയ്ത് എനിക്ക് ഇനി സിമ്പിളി ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 5x = ഇതിപ്പോൾ എത്രയാ 48 - 3x. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ 5x 3x ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ -3x ഇങ്ങോട്ടേക്ക് എഴുതുന്ന 8x = 48. നമുക്കറിയാം 8ൻ്റെ 6th മൾട്ടിപ്പിളാണ് നമ്മൾ 48 എന്ന് പറയുന്നത്. അപ്പോൾ x = 6 സെൻറ്റിമീറ്ററിലായിരിക്കും ആൻസർ ഉണ്ടാവുക. അപ്പോൾ തസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 6 സെൻറ്റിമീറ്റർ ഫ്രം Q2. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്? സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, ഇത് ഈ V1 കണ്ടുപിടിക്കുക, V2 കണ്ടുപിടിക്കുക, 2 ഇക്വേറ്റ് ചെയ്യുക, കോമൺ ആയിട്ടുള്ള ഇടകംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കളയുക, ലാസ്റ്റ് x കണ്ടുപിടിക്കുക. ഇത് മുതൽ പിന്നെ മൊത്തം മാത്സ് ആണ്. ഇതെന്തെന്നാ ഇത് എനിക്ക് മാത്സ് ക്വസ്റ്റ്യൻ പോലെ തോന്നുന്നത്. ഇത് x കണ്ടുപിടിക്കാൻ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ഇസ് ഫുൾ മാത്തമാറ്റിക്സ്, പ്യുവർ മാത്തമാറ്റിക്സ്. അടുത്തത് നിങ്ങൾ ചെയ്ത് ശീലിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളെ കൊണ്ട് ഈ ക്വസ്റ്റ്യന് എന്താണ് ടീച്ചർ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല. എ റെഗുലർ ഹെക്സഗൺ സൈഡ് 10 സെൻറ്റിമീറ്റർ. ഇത് എക്സാമിന് ചിലപ്പം വരും, എനിക്ക് തോന്നുന്നുണ്ട് ഇത് വരുന്ന. കാരണം എക്സാം ടഫായിക്കൊണ്ടിരിക്കും, ഇങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യൻസ് എല്ലാം ടഫാക്കേണ്ടിയിട്ട് പൊതുവെ ഇടാറ്. എ റെഗുലർ ഹെക്സഗൺ ഓഫ്
സൈഡ് 10 സെൻറ്റിമീറ്റേഴ്സ് ചാർജ് 5 ഇതെന്ന് ഈ യു പോലത്തെ സാധനം എന്താ മൈക്രോ കൂളം അറ്റ് ഈച്ച് ഓഫ് ഇറ്റ്സ് വെർട്ടിസസ്. കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഹെക്സഗൺ. ഇപ്പോൾ നമ്മൾ ഒരു ഇത് ആക്ച്വലി വരക്കുമ്പോൾ പ്ലസ് ടുക്കാർക്ക് ഇത് ബെൻസീൻ പോലെ വല്ലതും തോന്നുന്നുണ്ടാവില്ല. ഇതൊരു ഹെക്സഗണാണ്. ഇത് ഓരോ പോയിന്റിലും എന്താണ് ഇതിൻ്റെ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഇപ്പോൾ എന്താ പറയുന്നത്, സൈഡ് 10 സെൻറ്റിമീറ്റർ, എല്ലാം 10 സെൻറ്റിമീറ്റർ സൈഡാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ നടുക്ക്, ഈ ഹെക്സഗണിൻ്റെ നടുക്കിൽ എന്ത് കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതാണല്ലോ ടാസ്ക്. ABCDEF ഇസ് എ റെഗുലർ ഹെക്സഗൺ. നമ്മൾ പേരിട്ടതാണ്, ഞാനിന് ഇങ്ങനെ ഒരു പേര് കൊടുത്തതാണ്. 10 സെൻറ്റിമീറ്റർ ഇറ്റ് ഈസ് കോർണർ ഓഫ് ദ ചാർജ് Q is equal to 5 മൈക്രോ കൂളം. ഇതിലെല്ലാത്തിലെല്ലാം ചാർജ് ചെയ്യുമ്പോൾ 5 മൈക്രോ കൂളം എന്ന് പറയുന്ന ചാർജ് എല്ലാ കോർണറിലും ഇല്ലത്. AB ഈക്വൽ ടു BC ഈക്വൽ ടു, അതായത് ഡിസ്റ്റൻസ് എല്ലാം സെയിം ആണെന്നാണ് പറഞ്ഞു വരുന്നത്, ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. അത് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയുന്നത്, ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. ഇതിങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുക. ഇത് എന്താണ്, ഇതെല്ലാം കാരണം ഇതിൻ്റെ ടോട്ടലായിട്ട് ഇതിന് അനുഭവപ്പെടുന്ന ഇതിൻ്റെ എല്ലാത്തിൻ്റെ എഫക്റ്റ് കാരണം എന്ന് പറയേണ്ടത് ഈ O എന്ന് പറയുന്ന പോയിന്റ് അനുഭവപ്പെടുന്ന ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതെല്ലാം 10 സെൻറ്റിമീറ്റർ, ഇതും 10 സെൻറ്റിമീറ്റർ, ഇതും 10 സെൻറ്റിമീറ്റർ, ഇതെല്ലാം 10 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? OA ഈക്വൽ ടു OB. അതായത് ഇത് പറഞ്ഞു തരുന്നത് ഈ ഡിസ്റ്റൻസ് എല്ലാം 10 സെൻറ്റിമീറ്റർ കൂടിയാണ് അവർ പറഞ്ഞു തരുന്നത്. അടുത്തത് VO ഇസ് ഈക്വൽ ടു VA പ്ലസ് VB. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെല്ലാത്തിനും സം എടുക്കുക. VA, VB, VC, VD, VE, VF എല്ലാത്തിനും സം എടുക്കുക. അപ്പോൾ VO എന്ന് പറയുന്നത് V അറ്റ് സെൻറ്റർ. അപ്പോൾ അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു എല്ലാത്തിലും ഒരു 1/4πε0 അതും കോമൺ ആയിട്ട് പുറത്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈക്വൽ Q/OA. അതായത് ഞാൻ കഴിഞ്ഞ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ KQ/R എന്നാണ്. ഈ Kനെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്ത് Q ആണ് നിങ്ങളിവിടെ എല്ലാം കാണുന്നത്. Q എല്ലാം സെയിമാണ്, ചാർജ് എല്ലാം സെയിമാണ്. R മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ OA പ്ലസ് OB പ്ലസ് OC പ്ലസ് OD പ്ലസ് OE പ്ലസ് OF. അപ്പോൾ ഇത് നമുക്കറിയാലോ 1/4πε0 എന്താ 9 × 10⁹. പിന്നെ ഇതാ 5 ഇതെല്ലാം സെയിം ക്വാണ്ടിറ്റീസ്. നിങ്ങൾ നോക്കി നോക്ക്, എല്ലാം 10 × 10⁻². ഈ 10⁻² തന്നെ, കാരണം സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം. ഇതെല്ലാത്തിൻ്റെ ചാർജ് സെയിമാണ്. അപ്പോൾ ചാർജ് സെയിം ആകുമ്പോൾ നമുക്ക് ഇതിപ്പോൾ 1 2 3 4 5 6, ഞാനിപ്പോൾ എന്താണ് ഇതിപ്പോൾ 1 + 1 + 1 + 1 + 1 + 1 ഈക്വൽ ടു 6. എനിക്ക് ഇത് ഇങ്ങനെ എഴുതുന്നതിൻ്റെ പകരം എങ്ങനെ ഇതാ 6 × 1. അതായത് നമ്മളെ എഡീഷൻ്റെ എന്താണ് ഒരു അഡ്വാൻസ്ഡ് വെർഷനാണ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ ഡിവിഷൻ്റെ സബ്ട്രാക്ഷൻ്റെ അഡ്വാൻസ്ഡ് വെർഷനാണ് ഡിവിഷൻ എന്ന് പറയുന്നത്. എനിക്കിത് ഭയങ്കര കഷ്ടമല്ലോ, ഇത് എത്ര പ്രാവശ്യം ഞാൻ 1 നേടുന്നത്, ഇതിങ്ങനെ എണ്ണി നോക്കണം, അല്ല ഞാൻ എഴുതിയ എണ്ണം ശരിയല്ലേ എന്നില്ല. ഇവിടെ എനിക്ക് എന്ത് ചെയ്താൽ മതി, 6 പ്രാവശ്യം ഞാൻ 1നെ മൾട്ടിപ്ലൈ ചെയ്യുന്ന തുല്യമാണ് ഈ 6 പ്രാവശ്യം 1നെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യുക, ഇതെല്ലാം സെയിം ക്വാണ്ടിറ്റീസ് ആയതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ പകരം എന്ത് ചെയ്യുക 6 × ഈ ഒരു ഒറ്റ ക്വാണ്ടിറ്റീൻ്റെ എഴുതാം. അതാ ഈ 6 നിങ്ങൾ കാണുന്നത്, ഇതാ 6 × ഇത്ര ക്വാണ്ടിറ്റി. അപ്പോൾ എന്താ ഇതിൽ ഇപ്പോൾ കട്ടിങ്സ് ഫിറ്റിങ്സ് ഇതിപ്പോൾ എന്താ ചെയ്യുക, 9 6 ഒരു 10⁻² 5 വരും. ഇതിപ്പോൾ മുകളിൽ പോകുന്ന സമയത്ത് ഇതിപ്പോൾ എന്നിട്ട് എന്താ മാറും, ഇത് 10⁻7 ആവും. പിന്നെ ഇവിടെ ഇത് 10⁻, ഇതിങ്ങനെ ഇതിന് കൃത്യമായിട്ട് ചെയ്ത് വരുന്നപ്പോഴത്തേക്ക് ആൻസർ ഇത് എന്ത് ചെയ്യുക, ഇത് കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. ഇത് നിങ്ങൾ വെറുതെ പ്രയാസപ്പെടുന്നില്ല, കാൽക്കുലേറ്ററിൽ ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. VO = ഇത്ര ഒരു വാല്യൂടെ 2.7 × 10⁻6 വോൾട്ടാണല്ലോ നമ്മളെ ഇതിൻ്റെ പൊട്ടൻഷ്യൽ യൂണിറ്റ്. അപ്പോൾ ഇതായിരിക്കും ആൻസർ. ഇത് നല്ല ചോദ്യമാണ്. ഇത് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഇതിലെ ബാക്കി ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത്, പക്ഷേ ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചൊന്ന് പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഈ ചോദ്യം മുൻപ് ചെയ്തിട്ടില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കോൺസെപ്റ്റ് ഓർമ്മിക്കുക. ഇത് ചോദ്യം വളരെ സിമ്പിളാണ്. ഈ ഫിഗറെല്ലാം ഒരു വെറുതെ വരച്ചത്, നമ്മളെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രം ഈ ഫിഗർ വരച്ചല്ലേ. ഈ ഫിഗർ വരക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ സ്റ്റെപ്പ് എഴുതുക, ഈ ഒരു വാല്യൂസിൽ ഇടുക, കാൽക്കുലേറ്റർ എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പക്ഷേ മനസ്സിലാക്കേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റെപ്പിലൂടെ എല്ലാം ഒന്ന് കടന്നു വരണം ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തായാലും ഞാൻ എക്സാമിന് ഒരു സാധ്യത ഷുവർ ക്വസ്റ്റ്യൻ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയായത്. ഓക്കെ, അടുത്തത് നമ്മളെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 4ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സെഷൻ അങ്ങ് അവസാനിപ്പിക്കും. പിന്നെ എന്താ പറയുക, ഇതിനി പാർട്ട് 2 പാർട്ട് 3 ഒന്നും ആവശ്യമില്ല. ഈ പാർട്ട് 1 തന്നെ ഈ ഒരു ചാപ്റ്റർ എന്തായാലും തീരും. കാരണം അത്ര ചോദ്യമില്ല. ഈ 11 ചോദ്യത്തിൻ്റെ ബാക്കിയുള്ള ചോദ്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ. വെറുതെ ഇങ്ങനത്തെ ചോദ്യം എന്താ ഏരിയ, ഇത്ര ഏരിയ ഉണ്ട്, ഇത്ര കണക്റ്റഡ് ടു 100 വോൾട്ട്, പിന്നെന്താ 3 മില്ലിമീറ്റർ ഡിസ്റ്റൻസ്, ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ നമ്മളെ C = A∈0/D വെച്ചാൽ വെറുതെ ആൻസറും കിട്ടും, അത്രയല്ലോ. അങ്ങനത്തെ സിമ്പിൾ ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയതല്ലോ, അതെല്ലാം നിങ്ങൾ സ്വന്തം ചെയ്തോളുക. ഇത് 2 ചാർജസ് 2 മൈക്രോ കൂളം ആൻഡ് -2 മൈക്രോ കൂളം ആർ പ്ലേസ്ഡ് അറ്റ് പോയിന്റ്സ് A and B.
6 മീറ്റർ അപ്പാർട്ട്. എന്തല്ല, ഒരു ചാർജ് ഇത് അതിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 സെൻറ്റിമീറ്റർ. ഐഡൻറ്റിഫൈ എ പോയിന്റ് ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് ഓഫ് ദ ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് എന്ന സംഭവം, അതായത് ദ പോയിന്റ്സ് എന്താണ്, വേർ ദ പൊട്ടൻഷ്യൽ ഈസ് സീറോ, അല്ല പൊട്ടൻഷ്യൽ ഈക്വൽ, ഇക്വി എന്ന് പറയുമ്പോൾ തന്നെ സെയിം എന്ന് അർത്ഥം വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് മീൻസ് സർഫേസ് വെർ പൊട്ടൻഷ്യൽ റിമെയിൻസ് സെയിം അറ്റ് ഈച്ച് പോയിന്റ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. 2 മൈക്രോകൂളം -2, ഇവിടെ 6 ഡിസ്റ്റൻസ് ഉണ്ട്. ഹിയർ ഇസ് ദ സിസ്റ്റം ഓഫ് 2 ഈക്വലന്റ് ഓപ്പോസിറ്റ് ചാർജസ്. നമ്മളിതിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. V = K എന്താണ്, ഇത് Q1/R1 + Q2/R2 ചെയ്യണം. രണ്ട് സിസ്റ്റം വരുമ്പോൾ K Q1/R1 + K Q2/R2 ചെയ്യണം. അപ്പോൾ ഈ K പുറത്തേക്ക് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ K × Q1/R1 + Q2/R2 അങ്ങനെ വരിക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ഇവിടെ ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ഒരു മൈനസ് ഉണ്ട് എന്ന് മാത്രം. അപ്പോൾ ഇതെന്താ, പ്ലസും മൈനസ് തമ്മിൽ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ 0 ആയിപ്പോവും. സോ ദ പൊട്ടൻഷ്യൽ ഇസ് 0 അറ്റ് ഈച്ച് പോയിന്റ് ഓൺ ദ ലൈൻ. അതായത് ഇവർ പറഞ്ഞു വരുന്നത് ഇത് ആക്ച്വലി എന്താണ്, ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് ആണെന്നാണ്. കാരണം ഇതിൻ്റെ മുകളിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ പൊട്ടൻഷ്യൽ 0 വരുന്നത്, നമ്മൾ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും. സോ വി ക്യാൻ സേ ദ പൊട്ടൻഷ്യൽ ഇസ് 0 അറ്റ് ഈച്ച് പോയിന്റ് ഓൺ ദ ലൈൻ വിച്ച് പാസസ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് AB and perpendicular to it. So a plane passing through the midpoint of AB is a equipotential surface. ഇതിൻ്റെ നടുക്കത്ത്, അതായത് ഇതിൻ്റെ നടുവിലൊരു പോയിന്റിലൂടെ ഒരു പെർപെൻഡിക്കുലർ ലൈന് വരച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താ, 3 സെൻറ്റിമീറ്റർ ഡിവൈഡായി. ആ പറയുന്ന എന്താണ്, എ പ്ലെയിൻ പാസിങ് ത്രൂ ദ, അതായത് ഇതിലൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ ഇങ്ങനെയല്ല ഒരു ഇതിൻ്റെ മുകളിൽ, ഇതിപ്പോൾ ഇങ്ങനെയല്ല, ഇതാണ് നമ്മൾ AB എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ കൂടെ എന്താണ്, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു പ്ലെയിൻ ഇങ്ങനെ പെർപെൻഡിക്കുലർലി പാസ് ചെയ്യിപ്പിക്കുക. എൻ്റെ ഇതാണ് ഒരു പ്ലെയിൻ എന്ന് പറയുന്നത്, ഇങ്ങനെ പെർപെൻഡിക്കുലർലി പാസ് ചെയ്യിപ്പിക്കുന്നത്. ഈ പറയുന്ന പ്ലെയിൻ ഇത് എയും ഇത് സി ആണെങ്കിൽ എന്താണ്, ഈ പറയുന്ന AC എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്, ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ആയിട്ട് എഴുതി കൊടുക്കുക. അടുത്ത B പാർട്ട് ഉണ്ട്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഈച്ച് പോയിന്റ് ഓൺ ദിസ് സർഫേസ്. കണ്ട, ഇത് രണ്ടാമത്തെ പാഠത്തിൻ്റെ ക്വസ്റ്റനായിട്ട് ലാസ്റ്റ് ഒന്നാമത്തെ പാടെല്ലാം കയറി വരുന്നുണ്ട്. ഇതിൽ അക്കോർഡിംഗ് ടു ദ ഫോർമുല ഈ DR = dV, നമ്മൾ ഈ പറയുന്ന dV/dr = E എന്ന് പറയുന്നതല്ല, E = -dV/dr എന്നുള്ള ഫോർമുല ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇത് ചിലപ്പോൾ റെയറായിട്ട് നിങ്ങൾ വീഡിയോ ഒരിക്കലും കണ്ട് ചിലപ്പോൾ മറന്നുപോയ ഫോർമുല ആയിരിക്കും, പക്ഷേ ഇത് ഇവിടെ കയറി വന്ന് അക്കോർഡിംഗ് ടു ദ ഫോർമുല E.dr = dV. ദ വാല്യൂ ഓഫ് dV = 0 അറ്റ് ഈച്ച് പോയിന്റ് ഓഫ് ദി ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ്. കാരണം നമ്മളെ പൊട്ടൻഷ്യൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ഈ പറയുന്ന dV നമ്മളെ പൊട്ടൻഷ്യൽ 0 ആണ്. അതിൻ്റെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ അപ്പോൾ എന്താ 0 തന്നെയല്ല. അപ്പോൾ ഈ ക്വാണ്ടിറ്റി 0 ആയതുകൊണ്ട് ഈ dr = 0 എന്ന് കിട്ടി. സോ ദ ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ്, ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയാം, E ഡോട്ട്, അതായത് A.B = 0 എന്ന് പറയുന്നത് A പെർപെൻഡിക്കുലർ ടു B എന്നാണ്. കാരണം ഇത് ക്രോസ് പ്രോഡക്റ്റ് അവിടെ കയറി വരുന്നത്, ഡോട്ട് പ്രോഡക്റ്റ് ആണ്. രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ നമുക്കറിയാം ആ രണ്ട് ക്വാണ്ടിറ്റീസ് എന്താണ്, ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇത് കണ്ട, ഇതിപ്പോൾ ഇങ്ങനെ മ്യൂച്വലി പെർപെൻഡിക്കുലറിലല്ലേ ഉള്ളത്, അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യാം. സോ തസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് നോർമൽ. നോർമൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ, പെർപെൻഡിക്കുലർ. ഇത് വേറെ എങ്കിലും ചെയ്താലോ, പെർപെൻഡിക്കുലർ. നോർമൽ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്, പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ പാസിംഗ് ത്രൂ AB. സോ തസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ പാസിംഗ് ത്രൂ AB. ഓക്കെ, അതും കഴിഞ്ഞ് അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. ഇതാ ഞാൻ ഇത് 3 ക്വസ്റ്റ്യൻ ചെയ്ത്, ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, അതിൻ്റെ എൻ്റെ ഹെൽപ്പ് ആവശ്യമില്ല. ഇനി ഈ 11ാമത്തെ ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചെയ്തുതരാം. അതായത് 600 പൈക്കോഫാരഡ് കപ്പാസിറ്റർ, ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, കപ്പാസിറ്റി തന്നിട്ടുണ്ട്, അതായത് കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്, 200 വോൾട്ട് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഡിസ്കണക്റ്റഡ് ഫ്രം ദ സപ്ലൈ ആൻഡ് കണക്റ്റഡ് ടു അനദർ അൺചാർജ്ഡ്, വേറെ ഏതോ ഒരു കപ്പാസിറ്ററിൽ കൊണ്ടുപോയി കണക്ട് ചെയ്ത്. ഹൗ മച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി, ഇതിൻ്റെ ഈ നമ്മൾ എന്താണ് ഒന്നിൽ കണക്ട് ചെയ്തതായിരുന്നു, അതിനെ പിന്നെ ഡിസ്കണക്ട് ചെയ്ത് എന്നിട്ട് വേറെ ഒന്നിൽ കണക്ട് ചെയ്ത്, ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന എന്താണ് എത്രമാത്രം എനർജി ലോസ് ആയിട്ടുണ്ട്, അതായത് പൊട്ടൻഷ്യൽ എനർജി എത്രമാത്രം ലോസ് ആയിട്ടുണ്ട്. ഗിവൺ കപ്പാസിറ്റൻസ് C1 = ഇത്ര എന്താണ് നമ്മളെ പൈക്കോഫാരഡിനെ ഫാരഡിലേക്ക് മാറ്റുമ്പോൾ 10⁻⁻12 എന്ന് പറയുന്ന ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വോൾട്ട് തന്നെ V1 = 200. C2 ഇത്ര തന്നെ എന്ന് പറയേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 600 എന്താണ് × 10⁻⁻12, കാരണം പൈക്കോഫാരഡാണ്, അപ്പോൾ അതിൻ്റെ ഫാരഡിലേക്ക് മാറ്റണം. V2 = 0. വോൾട്ടേജ് എന്താണ് ഇവിടെ 0 ആയിട്ടേ ഉള്ളത്, കാരണം വോൾട്ടേജിനെ പറ്റിയിട്ട് ഇവിടെ ഒന്നും പറയുന്നില്ല. ലോസ് ഇൻ എനർജി, ഈ ഇക്വേഷൻ നിങ്ങൾ ഓർമ്മിക്കുക, C1 C2 × V1 - V2 the whole square ഡിവൈഡഡ് ബൈ
ഇത് ഇനിയിപ്പോൾ എന്താണ് നിങ്ങൾ വിചാരിക്കണ്ടോ ഇത് നിങ്ങൾ ഡിലീറ്റഡ് സിലബസ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അത് ചിലപ്പോൾ ഇതിപ്പോൾ ഡിലീറ്റഡ് ആണേ തന്നെ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ക്രിസ്മസ് എക്സാമിന് കണ്ടിട്ടില്ല മറ്റേ റെസിസ്റ്ററിൻ്റെ ആ ഒരു EMF കണ്ടുപിടിക്കുക, ഐ മീൻ എഫക്റ്റീവ് EMF ഒക്കെ ഡിലീറ്റഡ് ആയിട്ടുള്ള എക്സാമിനല്ല. അതാ ഫിസിക്സിൻ്റെ ഒരു പ്രത്യേകത. ഡിലീറ്റഡ് ആണെന്ന് ഓറിങ്ങനെ പറയൂ, എന്നിട്ട് എന്ത് ചെയ്യും, ആ ഡിലീറ്റഡ് തന്നെ ഇടക്കിടക്ക് പിന്നെയും എക്സാമിനെ ചോദിക്കും. അതാണ് ഫിസിക്സുകാരെ ഒരു 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 ഇത് എന്ന് പറയുന്നത്. എനിക്കറിയില്ല ഇത് ഡിലീറ്റഡ് ആണേ തന്നെ ഇത് എന്ന് പറയേണ്ടത് നിങ്ങൾ വെറുതെ എന്ന് പറയേണ്ടത് പൊട്ടന്മാരായിപ്പോഴെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യുന്നത്. ഈവൺ ഇഫ് ഇറ്റ് ഇസ് ഡിലീറ്റഡ് ഇത് ക്വസ്റ്റ്യൻ പഠിക്കുക, ചെയ്ത് തന്നെ പഠിക്കുക. ഇത് വന്നു കഴിഞ്ഞാൽ അയ്യോ എനിക്കിത് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റാണ്ടായി പോகிறது. C1 C2 × V1 - V2 the whole square divided by 2 C1 + C2. ഇത് എന്തെന്നാ ഈ ഇക്വേഷനാണ് കാര്യം. ഈ ഇക്വേഷൻ അറിയില്ലെങ്കിൽ ഒന്നും ചെയ്യാനാവില്ല. ഇവിടെ ഇതിന് ശേഷമില്ലത് പിന്നെ നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചാലും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ എങ്ങനെയാലും ആൻസർ അങ്ങ് കിട്ടിക്കോളും. ഇത് അറിയുന്നതിലാണ് കാര്യം. ദിസ് ഫോർമുല ടു മച്ച് ഇമ്പോർട്ടൻസ്. ആ ലോസ് ഇൻ എനർജീൻ്റെ ഇക്വേഷൻ അത്. അപ്പോൾ എന്താ C1 വാല്യൂ ഇട്ട് കൊടുക്കുക, C2 വാല്യൂ ഇട്ട് കൊടുക്കുക. പിന്നെ V1 - V2 200 മൈനസ് എന്താണ് V2 0 ആണ്. അപ്പോൾ 200 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × 600 + 600 × 10⁻12. ഈ 10⁻12 എന്തിനാണ് ചേർക്കുന്നതെന്ന് മനസ്സിലായില്ല, കാരണം അത് പൈക്കോ ഫാരഡിനെ ഫാരഡിലേക്ക് മാറ്റണം. അപ്പോൾ കിട്ടുന്ന ആൻസർ ജൂൾസിലായിരിക്കും ഉണ്ടാവുക. 6 × 10⁻6 ജൂൾ. അപ്പോൾ 6 × 10⁻6 ജൂൾ amount of electrostatic energy is lost in the sharing of charges. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്ത് പഠിക്കുക. ഇതിന് ഡിലീറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ഡിലീറ്റഡ് ആണല്ലോ അങ്ങനെ എന്തെങ്കിലും തോന്നില്ല നിങ്ങളിത് പഠിക്കാതിരിക്കുന്നു ചേർത്ത് നിർബന്ധമായിട്ട് ഇക്വേഷനും ഈ ക്വസ്റ്റ്യനും ചെയ്ത് പഠിക്കുക തന്നെ വേണം. ഞാൻ അതുകൊണ്ട് തന്നെ ഇത് എന്താ പറയുക, എനിക്കും ഇത് പെട്ടെന്ന് കണ്ടിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഞാൻ എൻ്റെ കാലത്ത് പഠിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എന്നാലും എന്താണ് ഈ ഇക്വേഷൻ ചിലപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്താണ് നമ്മൾ പബ്ലിക് എക്സാമിനൊരു സർപ്രൈസ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയത്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക നിർബന്ധമായിട്ട് ഈ ഒരു പാടത്തുനിന്ന് ഇതാകെ അത്ര ചോദ്യമില്ല. അപ്പോൾ ഇതെല്ലാം ചെയ്യണം എന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷേ ഇത് ഈ പറഞ്ഞ ഞാൻ ഡിസ്കസ് ചെയ്ത 4 ക്വസ്റ്റ്യൻസ് എനിക്ക് കുറച്ച് വെറൈറ്റി ആയതും പക്ഷേ എക്സാമിന് വരാൻ ചാൻസ് ഇല്ലതും, അതായത് ഒരു സർപ്രൈസ് എലമെൻറ്റ് പോലെ സർപ്രൈസ് ക്വസ്റ്റ്യൻ പോലെ വരാൻ ചാൻസ് ഇല്ല ക്വസ്റ്റ്യൻസ് ഈ 4 എണ്ണം. ഞാൻ ഇന്നലെ ചെയ്യാൻ വിട്ടുപോയൊരു കാര്യമാണ്, നമ്മളെ +2 ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ഷെഡ്യൂൾ പ്രകാരം ഇന്നത്തേക്ക് ഈ ഒരു പാഠം തീരേണ്ടതാണ്. കാരണം അത്ര ചോദ്യമല്ലോ അല്ല ഇന്ന് ഇതല്ല സോറി എന്നാൽ ഇന്ന് ആക്ച്വലി കറണ്ട് ഇലക്ട്രിസിറ്റി ഇന്നലത്തേക്ക് ഈ പാഠം തീരേണ്ട, കാരണം 11 ക്വസ്റ്റ്യനല്ലോ ഇന്നലത്തേക്ക് തീർന്നതായിരിക്കണം ഞാൻ അസ്യൂം ചെയ്യാണ്. ഇതിപ്പോൾ ഇതിലുള്ള NCERT എക്സാമിന് വരാൻ സാധ്യതയില്ല, അത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവിടെ പോയി ഇപ്പോൾ ഒന്ന് കാണിച്ചാൽ എടുപ്പത് ഇതാ നമ്മളെ പേജ് നമ്പർ 53 എക്സാമ്പിൾ 2.3. ഇത് ഇങ്ങനത്തെ ഒരു ഫിഗർ വന്നിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 2-3 ചോദിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അതെൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അത് ഒന്നിക്കും മോഡലിലോ മറ്റേന് വരുന്നില്ലത് പബ്ലിക്കിന് ഇതിലൊന്നുമില്ല. ഇതെല്ലാം കുറച്ച് എന്താ പറയുക ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് വേണ്ടിക്കലും നോക്കി വെക്കാം. അടുത്തത് പേജ് നമ്പർ 61 എക്സാമ്പിൾ 2.6. ഇത് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര എന്ന് പറയേണ്ടത് നല്ല ലെങ്തിയാണ്, പക്ഷേ ആൻസർ എളുപ്പമാണ്. പക്ഷേ ഇത് നിങ്ങൾ ചെയ്യണം. അടുത്തത് ഇതെല്ലാം കഴിഞ്ഞ് അടുത്തത് 64 കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ്. എക്സാമ്പിൾ 2.7 ABCD ഇത് കണ്ട് ഒരു തിയറി പോലെ എ കോം റൺ ത്രൂ വൺസ് ഡ്രൈ ഹെയർ ട്രാക്ക് സ്മോൾ ബിറ്റ്സ് ഓഫ് പേപ്പർ ഇതുപോലത്തെ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ വരാം. അതിൻ്റെ ആൻസേഴ്സ് ഇതിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഏതാ പേജ് നമ്പർ 73 എക്സാമ്പിൾ 2.9 കൂടി ചെയ്യാം.